ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 സീസണുകളിലും FC ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയതിനു ശേഷമായിരുന്നു നോവ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത്. അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നുണ്ട്, പക്ഷേ ആരാധകർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ 2 അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം നമുക്കൊരു കണക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് നോവ സദോയി ആകെ ഈ ISLൽ 12 ഗോൾ പങ്കാളിത്തങ്ങളാണ് വഹിച്ചിട്ടുള്ളത്. അതായത് 7 ഗോളുകളും 5 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 9 മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഗോളോ അസിസ്റ്റോ നേടാൻ കഴിഞ്ഞിട്ടില്ല. അതായത് അദ്ദേഹം ഗോൾ പങ്കാളിത്തം വഹിക്കാതെ 9 മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 8 മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ നോവ ഗോളോ അസിസ്റ്റോ നേടിയിട്ടില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നു എന്ന ഒരു വസ്തുതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. നോവ സദോയിയെ കേരള ബ്ലാസ്റ്റേഴ്സ് അമിതമായി ആശ്രയിക്കുന്നു എന്ന ആരോപണം ഇപ്പോൾ വളരെ സജീവമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകർ ലോങ് ബോൾ ടാക്ടിക്സ് ആണ് പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത്. അതായത് നോവയിലേക്ക് പന്തെത്തിക്കുക, പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നോവ നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ടാക്ടിക്സ് പലപ്പോഴും ഈ സീസണിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അത് വർക്കായിട്ടുണ്ട്, പക്ഷേ ഭൂരിഭാഗം സമയത്തും അത് വർക്കാവാതെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നോവ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന ഒരു താരമാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് നേരെ ഉയരുന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടത് നോവ ഒരൽപ്പം സെൽഫിഷ് ആകുന്നു എന്നുള്ളതാണ്. അതായത് സഹതാരങ്ങൾക്ക് വേണ്ട വിധത്തിൽ പന്തെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. എപ്പോഴും ഒറ്റയ്ക്ക് അദ്ദേഹം കളിക്കുന്നു, വെറും സെൽഫിഷ് ആയിക്കൊണ്ട് അദ്ദേഹം കളിക്കുന്നു എന്ന ആരോപണം വളരെ ശക്തമാണ്. അതൊരിക്കലും ഒരു ടീമിന് അനുയോജ്യമല്ല. ടീമിൻ്റെ ബാലൻസ് തെറ്റിക്കുന്നത് നോവയാണ് എന്നുള്ള ആരോപണങ്ങൾ ഒരു കൂട്ടം ആരാധകർക്കിടയിൽ സജീവമാകുന്നുണ്ട്. എന്നാൽ ഇതിനൊരു മറുഭാഗവുമുണ്ട്. നോവ നന്നായി കളിക്കുന്നു, നോവ തന്നെയാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബാക്കിയുള്ള താരങ്ങളും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകരും നോവയെ അമിതമായി ആശ്രയിക്കുന്നതിന് നോവ എന്ത് പിഴച്ചു എന്നൊക്കെയാണ് പലരും ഇതിന്റെ മറുവാദമായി കൊണ്ട് ഉയർത്തുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ബ്ലാസ്റ്റേഴ്സ് അമിതമായി കൊണ്ട് നോവയെ ആശ്രയിക്കുന്നുണ്ട്. ഇടതു വിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങൾ വരുന്നത്. വലതു വിങ്ങിൽ യാതൊരുവിധ അനക്കവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ചില സമയത്തൊക്കെ നോവ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നൽകുന്നുണ്ട്, പക്ഷെ പല സമയത്തും അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്രിബിളുകൾ പലപ്പോഴും ഫലം കാണാതെ പോകുന്നു, ക്രോസുകൾ ഫലം കാണാതെ പോകുന്നു. അങ്ങനെ പല വിധത്തിലുള്ള ഒരു ആശയക്കുഴപ്പം പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഏതായാലും നോവയെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ഇനിയുള്ള മത്സരങ്ങളിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.